പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്ത് വൈദികൻ ജനത്തോടൊപ്പം നിന്ന് വചനം വായിച്ച് വ്യാഖ്യാനിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് പരിശുദ്ധ മദ്ബഹായിങ്കിൽ പ്രവേശിച്ച് അപ്പം മുറിക്കുന്നു. ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. ഈശോ ആദ്യം ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നു. എന്താ ചെയ്തത്? കൂടെ നടന്നിട്ട് എന്താ ചെയ്തത്? വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. നമ്മുടെ ഞായറാഴ്ച കുർബാനകളിൽ ഒന്നാമത്തെ വായന പെന്ററ്റ്യൂക്കിൽ നിന്നും, രണ്ടാമത്തെ വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വായിച്ച് പിന്നീട് നമ്മൾ ലേഖനവും സുവിശേഷവും വായിക്കുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം കിട്ടുമ്പോൾ ഇതേ അനുഭവമാണ്. സെക്കൻഡ് പാർട്ടിൽ ഒരു അപ്പം മുറിക്കുന്നത്. അപ്പം എടുത്ത് വാഴ്ത്തി അബ്ബായിക്ക് നന്ദി പറഞ്ഞ് മുറിച്ച്, അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ഞാനപ്പോൾ ഈ കുട്ടികൾക്കും യൂത്തിനും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും, വൈ ഹി ജസ്റ്റ് വാനിഷ്ഡ് അവേ ലൈക്ക് ദാറ്റ്? ഇത് ഈശോ പെട്ടെന്ന് ഓൾ ഇൻ എ സഡൻ അപ്രത്യക്ഷനാകുകയാണ്. അതെന്തൊരു ഓക്വേർഡാണത്. അവരുടെ കൂടെ ഇരിക്കുകയല്ലായിരുന്നോ? അപ്പം മുറിച്ചു. നമ്മൾ പറയുന്ന അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവൻ അപ്രത്യക്ഷനായി. ഹി ജസ്റ്റ് ഡിസപ്പിയേർഡ്. എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ശ്രദ്ധിച്ചു കേട്ടെ, എപ്പോൾ അപ്പത്തിൽ, അപ്പം മുറിക്കലിൽ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ, അതോടുകൂടി ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇത് നിങ്ങൾ എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ഈ ശരീരം കണ്ടിട്ടല്ല, മറിച്ചോ അപ്പത്തിൽ, യുക്കറിസ്റ്റ്, അപ്പത്തിൽ. പരിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യത്തെ കർത്താവ് ഉയർത്തുകയായിരുന്നു.